ഒരു ജീവനല്ലേ. അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് മരുന്നൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് മുറിവൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുട്ടി സായിപ്പ്, ഇതിന്റെ വലിയ സായിപ്പ് അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇയാൾ ഇവിടെ ഇരുന്നേ കഴിക്കത്തുള്ളൂ. ഇയാൾക്ക് മീൻ ഇല്ലെങ്കിൽ മീൻ കണ്ടിച്ചിട്ട് കൊടുത്തെങ്കിലേ കഴിക്കത്തുള്ളൂ. വേറെ പൂച്ചകൾ വന്ന് ഇതിന് താഴെ കയറി വന്നു കഴിഞ്ഞാൽ അന്നേരം അടിച്ചു ഓടിക്കും. രാവിലെ ഇപ്പോൾ ഇവർക്ക് മീൻ ചോറും കൂടെ ഗ്രേവിയൊക്കെ ഇട്ടേ. പക്ഷെ ബമ്പറും എല്ലാം അടിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവർക്ക് വേണ്ടി ഒരു 5 സെന്റ് വസ്തു മേടിച്ചിട്ട് ഒരു ഫാം തന്നെ ഉണ്ടാക്കിയത്. വണ്ടി കട്ടി കിടക്കുന്നതും പിന്നെ അല്ലാതെ ആൾക്കാർ ഉപേക്ഷിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ അതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഇട്ട് ഇത്രയൊക്കെ ആയി. രാവിലെ ഇപ്പോൾ ഇവർക്ക് മീൻ ചോറും കൂടെ ഗ്രേവിയൊക്കെ ഇട്ടേ, ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മീൻ തിന്നുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതെല്ലാം മീനിൻ്റെ മണം ഉറങ്ങിക്കിടന്നാൽ തന്നെ മീൻ എപ്പോൾ എടുത്താലും ചാടി എഴുന്നേറ്റിങ് പോരും. ബാ ഇങ്ങി വാ. ഒരു 10-25 പേരുണ്ട്. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഈ രാവിലെ അവിടെ ഇവിടെയൊക്കെ പോയി കിടന്ന് ഉറക്കോ. 10,000 രൂപ അടുപ്പിച്ച് ചിലവ്. ഒരു കിലോ അരി, 2 ഓറും പാല്, 4 പാക്കറ്റ് ഗ്രേവി, പിന്നെ ബിസ്ക്കറ്റ്, ഒരു 1/2 കിലോ ബിസ്ക്കറ്റ് തന്നെ വേണ്ടി വരും. അത് തുടങ്ങുന്നത് ഞാൻ ആദ്യം ഒരു ദിവസം വീട്ടിൻ്റെ വെളിയിലോട്ട് ഗേറ്റ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പൂച്ചയെ വണ്ടി തട്ടി ഇവിടെ ഇട്ടിരുന്നു കിടന്ന്. അന്നേരം അത് എന്തോ അതിനൊരു കാലും കൈയൊക്കെ ഒടിഞ്ഞ് അങ്ങനെ അത് വല്ലാതെ കിടക്കുമായിരുന്നു. അങ്ങനെ അതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് നടക്കത്തൊന്നുമില്ല. അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അത് ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ അതിനെ എങ്ങനെയെങ്കിലും അത് ഹോസ്പിറ്റലിൽ, അത് ഒരു ജീവനല്ലേ, അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് മുറിവൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അതിനെ മുറിവൊക്കെ ഉണക്കി അതിനെ ഇവിടെ കൊണ്ടുവന്ന് കുറേ ദിവസം ഇവിടെ ഇട്ടിരുന്ന് വളർത്തി അതിനൊരു കൂട് തന്നെ അതിന് പണിഞ്ഞു. പിന്നെ അതിനെ കൂട്ടിയിട്ട് തന്നെ ഒരു 1-2 മാസം അതിനകത്ത് തന്നെ ഇട്ടിരുന്നു. നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്ത് അത് നല്ല രീതിയിൽ ഉഷാറായപ്പോഴത്തേക്കിന് അതിനെ തുറന്നു വിട്ട് പിന്നെ ഇവിടുന്ന് പോകത്തുമില്ല. ഇത് അങ്ങനെ ഈ വണ്ടി ഇങ്ങനെ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടി കട്ടി കിടക്കുന്നതും പിന്നെ അല്ലാതെ ആൾക്കാർ ഉപേക്ഷിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ അതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഇട്ട് ഇത്രയൊക്കെ ആയി. ഒരു 10-25 പുറത്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഇടിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ വണ്ടി ഇടിച്ച്, ഇതേപോലെ കേസിട്ട് വണ്ടി ഇടിച്ച് മരിക്കുന്നുണ്ട്, വണ്ടി ഇടിച്ച് ഇവിടെ കിടക്കുന്നുണ്ട്. അതിന് ഞാൻ ഒരു ദിവസം ഇതേപോലെ നടന്നു വന്നപ്പോൾ വണ്ടി ഇടിച്ച് നമ്മുടെ ഒരു പൂച്ച ഇതാണ് റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്നു. അതിൻ്റെയും കാലം ഒടിഞ്ഞു. അന്നേരം ഈ വണ്ടി വരുന്ന കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറയും, വണ്ടിയെല്ലാം അവിടെ തടഞ്ഞു നിർത്തിയിട്ട് അതിനെ പിടിച്ച് ഒക്കെ എടുത്ത് വീടിൻ്റെ സൈഡിലും അതിന് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതിനെ എടുത്ത് രക്ഷപ്പെടുത്തി. അതിനെ ഇതേപോലെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഒരാഴ്ച കൊണ്ടുപോയി. നല്ല ചിലവാണ്. ഒരു 10,000 രൂപ അന്ന് ചിലവായി. അങ്ങനെ പിന്നെ അതിന് ശേഷം ഒരു കൂടൊക്കെ പണിഞ്ഞ് പിന്നെ അതിനെ ഇതേപോലെ ഒരു കൂട്ടിൽ സെപ്പറേറ്റ് ഇത് വേണം എടുത്ത് ഇപ്പോൾ വേറെ ഒരു കൂട് പണിഞ്ഞിട്ടുണ്ട്. അതിനകത്തായി ഇതെല്ലാം പ്രസവിക്കുകയൊക്കെ ചെന്ന് പ്രസവ റൂമൊക്കെ അതാ. ജോലി ചെറിയ ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സർവീസും അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ട്. നമ്മളൊരു ചെറിയൊരു IT ഫീൽഡ് ഗൾഫിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന് ഈ കോവിഡിന് ശേഷം അന്ന് കോവിഡിന് ശേഷമാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ പോകാൻ പറ്റിയില്ല. ഇപ്പോൾ വരുമാനം ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ വരുമാനം. ഇതിപ്പോൾ ആകെ ഒരു ധർമ്മസങ്കടമില്ല. ഇതിപ്പോൾ എങ്ങനെ എന്ത് ചെയ്യും? 10-25 പേരുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ എങ്ങനെ ഇനിയിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൊരു ആകെ ഒരു ധർമ്മസങ്കടത്തില്ല. എനിക്ക് പുറത്തോട്ട് പോവുകയും വേണം. ഇനി ഒരു സൊല്യൂഷൻ കാണുന്നില്ല. അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് കളയാനും വയ്യ. ആൾക്കാർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ കളയാൻ വയ്യ. മനസ്സ് മേടിക്കുന്നു. ഇതാണ് ഇതേപോലെ ഇതൊന്നുമല്ല, ഈ 25 പേരൊന്നുമല്ല, ഈ 2-3 വർഷം കൊണ്ട് കുറഞ്ഞതൊരു 100 പേര് ഈ പുറത്തിട്ട് ഉണ്ട്. പിന്നെ ഈ പട്ടികൾ ഇറങ്ങി ഒരുപാട് എണ്ണത്തിന് പട്ടി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒരു പ്രസവത്തിൽ തന്നെ 4-5 പേരാ ഇങ്ങനെ ഈ പ്രസവിച്ചും പിന്നെ ഈ റോഡ് ക്രോസ് ചെയ്ത് ഈ പെമ്പൂച്ചകൾ ഈ ആമ്പൂച്ചകളെ തേടി അപ്പുറത്തോട്ടൊക്കെ പോകും. റോഡ് ക്രോസ് ചെയ്ത് ഓരോന്നിനും അങ്ങനെയൊക്കെ വണ്ടി ഇടിച്ച് ഒരുപാട് എണ്ണം ചത്തുപോയിട്ടുണ്ട്. ഏകദേശം ഒരു 10-150 എണ്ണി ഇല്ല, കണക്കില്ല. അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടായിരുന്ന ഇവർ ഫാം തന്നെ വേണ്ടി വരും. ഇപ്പം നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കല്യാണമുണ്ട്, ഇപ്പോൾ നമുക്കൊന്ന് പോകണമെങ്കിൽ തന്നെ ഒരു ഏകദേശം ആ ഫംഗ്ഷൻ കഴിഞ്ഞ് എവിടെ കൊല്ലത്തായാലും എവിടെയായാലും എങ്ങോട്ട് ദൂരോട്ട് എവിടെ പോയാലും അന്നേരം തന്നെ തിരിച്ചു വരും. എവിടെ നമുക്ക് ബന്ധുക്കാരുടെ ഫംഗ്ഷന് പോലും പോയി പങ്കെടുക്കാൻ പറ്റത്തില്ല. ഇതിപ്പം അങ്ങനെ ആകെ ഒരു ധർമ്മസങ്കടത്തില്ല. ഇനിയിപ്പോൾ ഒന്ന് പുറത്തോട്ടൊന്ന് പോവുക അല്ലെങ്കിൽ വിദേശത്തേക്ക് ഒന്ന് കുറച്ച് ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇത് കാരണം നമ്മൾ ഇപ്പം ഞാനൊരു കൊടുക്കാൻ തയ്യാറല്ല, കൊടുക്കുന്നില്ല. എല്ലാവരും ഇപ്പം ഞാൻ ഇവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുകളയുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും. പിന്നെ ഇതിപ്പം ഇങ്ങനെ ഒരു ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇതേപോലെ വേറെ ആളുകൾ ഇതേപോലെ വീടുകളിൽ ഇരിക്കുന്ന പൂച്ചകളെ ഒരു 2 പൂച്ചയെ തരാം, 3 പൂച്ചയെ തരാം, കൊണ്ടുപോകും. നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല.
പക്ഷെ ബമ്പറും എല്ലാം അടിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു ഇവർക്ക് വേണ്ടി ഒരു 5 സെന്റ് വസ്തു മേടിച്ചിട്ട് ഒരു ഫാം തന്നെ ഉണ്ടാക്കിയത്. അതെ, ഇതാ ഈ പ്രസവിച്ച് കിടക്കുന്നവർക്കുള്ള ഒരു സെപ്പറേറ്റ് ഒരു കൂടായത്. ഇതിനകത്തിപ്പോൾ ഒരാൾ ഒരു കുടുംബം ഇങ്ങനെ ഒന്ന് പ്രസവിച്ച് ഇവിടെ കിടപ്പുണ്ട്. 4-5 പേര് ഇതാ 5 പേര് 4-5 പേരുണ്ട്. ഇത് ഇവർക്ക് സെപ്പറേറ്റ് നമ്മളൊരു കാർട്ടൂൺ സെപ്പറേറ്റ് റെഡിയാക്കി ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി പ്രസവത്തിന് മാത്രമായിട്ടുള്ള ഒരു കൂട. ഇതിപ്പോൾ നമ്മൾ പേരിടുവനെ സായിപ്പ്, ഇത് സായിപ്പ്, ഇതൊക്കെ കറമ്പിയുടെ ഇതൊക്കെ വെറൈറ്റി സാധനമാണ്. ഇതിപ്പോൾ ഈ ഇനപ്പം നമുക്കിപ്പം ഇത്തിരി നാളെ കിട്ടിയിട്ട് ഇതെല്ലാം ചത്തുപോരും. ഇതൊക്കെ ഒരു പ്രസവത്തിൽ 5 എണ്ണം തന്നെ ഇതേപോലെ ഉണ്ട്. ഒരു ചെറിയ ബേസിന് വെള്ളവും വെച്ച് കൊടുക്കും. ഇതാണ് നമ്മളിവിടെ ഗേറ്റിന് വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഗേറ്റിൻ്റെ അടിയിൽ നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഈ നെറ്റ് അടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് വലുതായിട്ട് പുറത്തോട്ട് പോകത്തില്ല. ഇത് കണ്ടോ, ഇത് റോഡാണ്. ഈ റോഡിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ചത്തുപോകും. വണ്ടി കയറും, വണ്ടിക്കാരെ നിർത്തത്തില്ല. വണ്ടിക്കാർ പൂച്ചയായാലും പട്ടിയായാലും ഇടിച്ചിട്ടിട്ട് അവരവരെ പാട്ടിന് പോകും. ആളുകൾ പറയുന്നുണ്ട്, വീട്ടുകാരും പറയുന്നുണ്ട്. ഇത് നമ്മളൊരു ലൈഫല്ലേ പോകുന്നത്. ഇപ്പോൾ 3-4-5 വർഷമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉറ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്നും നടക്കുന്നില്ല. ഇത് നമ്മളിപ്പോൾ ഒരു ദിവസം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് 2-3 മണിക്കൂർ ക്ലീനിങ്. ഇപ്പോൾ ഇന്നത്തെ ഇപ്പോൾ രാവിലത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കും. അതെല്ലാം പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ. ഇപ്പം ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോഴത്തേന് വീണ്ടും ഒരു 3 മണി കഴിയുമ്പോഴത്തേന് വീണ്ടും ഇവിടെ എല്ലാം വൃത്തിയിടാക്കും. ഒരു വീട് ഫുള്ള് വീട്ടിനകത്ത് വീട്ടിലും പുറത്തൊക്കെ ആയിട്ട് ഇതാക്കിയിടും, വൃത്തിയിടാക്കിയിടും. പിന്നെ വീണ്ടും ക്ലീൻ ചെയ്യണം വൈകുന്നേരം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ആകെ ഒരു 2-3 വർഷമായിട്ട് എങ്ങോട്ടും പോകത്തില്ല. അഥവാ പോയി കഴിഞ്ഞാൽ ഒരു തിരുവനന്തപുരത്തോട്ടാണോ, തിരുവനന്തപുരം എറണാകുളം പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യേണ്ടിയാണെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. അന്ന് തന്നെ രാത്രി 10 മണിയായാലും 12 മണിയായാലും വീട്ടിൽ വരും. വന്നെങ്കിൽ ഇതിനെയൊക്കെ ഭക്ഷണം കൊടുത്ത് കൂട്ടിൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിടാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ പത്തനാപുരത്ത് നിന്ന് ആവണീശ്വരം വരുന്നത്. എന്താ പേരെന്താ? എൻ്റെ ഒരു ഹഫീസ്.